ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പെരളനാണ്. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഞാനിതിനകത്ത് ഒരു 1/2 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 2 എണ്ണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, സവോള നീളത്തിൽ സ്ലൈസ് ചെയ്ത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അധികം വിഭവങ്ങളൊന്നും വേണ്ട, ഇൻഗ്രീഡിയൻസും വേണ്ട. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയതാണ് ചിക്കൻ പെരളൻ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. നന്നായി ചൂടായി വരട്ടെ. ഇതിനകത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഒപ്പം കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി അതിനനുസരിച്ച് ചിക്കന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സമയമില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു ഡിഷ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സവാള വഴന്നെടുക്കാൻ തന്നെ വെച്ചാൽ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവണേക്കതിന് മുന്നേ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടി നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതുണ്ട്, സവാള പെട്ടെന്ന് വഴന്ന് വരുന്നുണ്ട്. അതായത് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഞാൻ 2 പച്ചമുളക് ഇടുന്നത്. ഒത്തിരി എരിവുള്ള കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ 3 എണ്ണം ആക്കാം. 2 എണ്ണം നടുകീറിയാണ് ഇട്ടിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അവിടെയുള്ള പേസ്റ്റ് നന്നായി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അതാണ് മെയിനായിട്ട് ഈ ചിക്കൻ പെരളിനുള്ള ആ ഒരു ടേസ്റ്റ്. ഇഞ്ചി വേണമെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് ഇടാം, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിടാം. എന്നാലും പേസ്റ്റ് ആക്കിയിരുന്ന ഒരു പ്രത്യേക ഒരു മണമായിരിക്കും. 2 രീതിയിലും ചെയ്യാം. വേണമെങ്കിൽ ചെറിയ ഇതായിട്ട് സ്ലൈസ് ചെയ്തിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിടാം, അല്ലെങ്കിൽ ചതച്ചിടാം. 3നും 3 ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ രീതിയിലൊന്ന് എല്ലാവരും ചെയ്ത് നോക്കൂ. ചുവടെ സവാള വഴതാനുണ്ട്. പച്ചമുളകും കൂടി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. അതായത് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു കളറാവുന്ന വരെ സവാള നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടികളുടെയും പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണോളം ഇടുന്നുണ്ട്, മുളക് പൊടി ഒരു ടീസ്പൂൺ. സാധാ മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മതി. കാശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഒക്കെ ഇടാം, പക്ഷേ എരിവ് അധികമാവും, അതുകൊണ്ട് 1 ടീസ്പൂൺ മതി. ഇനി നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം
ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പച്ചമണം ഒന്ന് മാറട്ടെ. പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഞാനൊരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഗരം മസാല ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക, ജാതിപത്രി ഇതെല്ലാം കൂടി പെരിഞ്ജീരകം, കുരുമുളക് ഇതൊക്കെ കൂടി പൊടിച്ചാണ് ആ മസാലയാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായി പച്ചമണം പോയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കുള്ള പൊടികളുടെ അളവാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്കിതിനകത്ത് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് വെള്ളം ചേർക്കണ്ട കേട്ടോ, കാരണം ചിക്കനിൽ ഓൾറെഡി ഒരു ആവി കയറുമ്പോൾ ഒരു വെള്ളം വരും. അതിനകത്ത് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒത്തിരി വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ആ മസാലയൊക്കെ നന്നായി ഒന്ന് പിടിച്ച് വന്നോളും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് വേറൊരു ടേസ്റ്റ് ആവും. വെള്ളം ചേർക്കാതെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിനകത്തേക്ക് ചിക്കനും കൂടിയുള്ള ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. സവാളയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട. ശകലവും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി മൂടി വയ്ക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി ആവി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, വെള്ളം ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല. അത്യാവശ്യം വെള്ളമായി വന്നിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു നനവ് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ വേവിച്ചെടുക്കാം. അതുകൊണ്ടില്ലേ നന്നായി ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് വെള്ളം ചേർക്കാതെ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട്. നന്നായി ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ പാത്രങ്ങളാണെങ്കിൽ പിടിക്കില്ല. എന്നാലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗങ്ങളും വേവൊക്കെ ഒരേപോലെ ആവട്ടെ. അതുകൊണ്ട് ഇത്രയും നമ്മുടെ പെരലിൻ്റെ രൂപം ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ചിക്കനൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം ഒരു ഇതായതുകൊണ്ട് നമുക്ക് തന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ശകലോടെ ഇട്ട് കൊടുക്കണം. ഉപ്പ് നോക്കി നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമുക്കൊന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്നുകൂടി ഇളക്കി നോക്കാം. ഏകദേശം ചിക്കൻ്റെ വേവ് ആവാറായിട്ടുണ്ട്. ചിക്കനാണെങ്കിൽ അധികം വേവൊന്നുമില്ല. നമുക്ക് ഇതുണ്ടോ, പെരളം പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. ആ ചിക്കനിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇതേപോലെ ഒരു പെരലനായിട്ട് നമുക്ക് കിട്ടും. വെള്ളം ചേർത്ത് വെക്കുന്നവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ചേർക്കുകയാണെങ്കിൽ തന്നെ പൊടിയൊക്കെ കരിയും, ചിക്കൻ അടിക്ക് പിടിക്കുന്ന പേടിയുള്ളവരാണെങ്കിൽ തന്നെ ഒരു ശകലം ചൂടുവെള്ളം ചേർത്താൽ മതി. ചേർക്കേണ്ട ആവശ്യം തന്നെയില്ല. ഓൾറെഡി ചിക്കനിലുള്ള വെള്ളം നമ്മൾ ആവി കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നോളും. അതിലിരുന്ന് വേവണം. അതാണ് ചിക്കൻ്റെ ഒരു ടേസ്റ്റ്. സിമ്പിളായിട്ട് തന്നെ ചിക്കൻ വാങ്ങാത്തവരാരും തന്നെ ഉണ്ടാവില്ല.
ഒത്തിരി വയ്ക്കാൻ എങ്ങനെ സിമ്പിളായിട്ട് വയ്ക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ. കണ്ടില്ലേ, ഏകദേശം ചിക്കൻ വേവായിട്ടുണ്ട്. ചിക്കൻ്റെ വേവ് നമുക്ക് എങ്ങനെ മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോണിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം പോലെ ആയിട്ടുണ്ടാവും. ഇതാ ഏകദേശം നല്ല വേവായിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ബർണർ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ബർണർ ഓഫ് ചെയ്യാം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നു. നല്ല പെരളനായിട്ടുണ്ട്. ഉപ്പും എരിവും ആ മസാലയൊക്കെ പാകത്തിന്. പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൻ്റെ ആ എന്താ പറയുക ചിക്കനിൽ കിടന്ന് വെന്തതിൻ്റെ ഒരു മണം എല്ലാം നല്ല ടേസ്റ്റി ആയൊരു ചിക്കൻ കറിയാണ്. നമുക്ക് എന്താ പറയുക ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ പെരലൻ റെഡി ആയിട്ടുണ്ട്. എത്ര എളുപ്പത്തിലാണ് തയ്യാറാക്കിയെന്ന് എല്ലാവരും കണ്ടു നോക്കണം. എല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ചിക്കൻ പെരലൻ. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിനകത്ത് മല്ലിയില ഇട്ട് കൊടുക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ സെർവ് ചെയ്യുന്നത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സ്റ്റെപ്പുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.